ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന ഇ ഡി റെയ്ഡിന് കാരണം. ചിട്ടിക്കമ്പനിയും ഫിനാൻസ് പരിപാടിയും ഹോട്ടൽ വ്യവസായവും ഒക്കെയായി വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവുകയായിരുന്ന ഗോകുലം ഗോപാലൻ ചിട്ടി മുതലാളി, പലിശരാജ എന്നൊക്കെയുള്ള പേര് മാറ്റാനും അല്പസ്വല്പം ഉല്ലാസത്തിനൊക്കെ വേണ്ടിയാണ് സിനിമാ പ്രൊഡക്ഷനും ചാനൽ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നടത്തിയത്. ഇതിനിടെ SNDPയുടെ സാരഥ്യം കൈക്കലാക്കുവാൻ ഒരു ബദൽ മുന്നണിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ശ്രമിച്ചു നോക്കിയെങ്കിലും വെള്ളാപ്പള്ളിയുടെ കൂർമ്മബുദ്ധിക്കും നാറിയ കളികൾക്കും മുന്നിൽ സുല്ലിടേണ്ടി വന്നു. കള്ളപ്പണം നിക്ഷേപിക്കുവാൻ ഇന്ന് ഏറ്റവും വിശ്വസ്തനായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയക്കാരന്മാർ കാണുന്ന വ്യക്തിത്വമാണ് ഗോകുലം ഗോപാലൻ. അങ്ങനെയൊന്നും പൊട്ടില്ല, വഞ്ചിക്കില്ല. ഒരു 10-100 കോടി രൂപ നിന്നിപ്പിൽ ആവശ്യം വന്നാൽ മറിക്കാനും പ്രാപ്തിയുള്ളവനാണ് ഗോകുലം ഗോപാലൻ എന്നാണ് അവർ പറയുന്നത്. അന്തംഗമ്പി സർക്കാരിനെ വെളുപ്പിക്കുവാൻ കാര്യമായി പണിയെടുക്കുന്ന ഈ അടുത്ത കാലത്ത് മുളച്ചു പൊങ്ങിയ 2 ചാനലുകളിൽ, റിപ്പോർട്ടർ, 24 ചാനലുകളിൽ ഗോകുലത്തെ മുന്നിൽ നിർത്തി പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവാണ്. മരുമകന് വേണ്ടിയാണ് മരം കൊള്ളക്കാരെ മുന്നിൽ നിർത്തി ഓപ്പറേറ്റ് ചെയ്യുന്ന 2ാമത്തെ ആ ചാനൽ ആരംഭിച്ചത്. ഈ ചാനലുകളിൽ നിക്ഷേപിക്കപ്പെട്ട കള്ളപ്പണമാണ് മലയാള മാധ്യമ മേഖലയെ വിഭജിച്ചു കളഞ്ഞത് എന്ന് നിസ്സംശയം പറയാം. വലിയ ശമ്പളം, കൂടുതൽ ആനുകൂല്യങ്ങൾ, ആവശ്യത്തിലും അധികമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, കോടികൾ മുടക്കിയുള്ള ഫ്ലോറുകളും സെറ്റുകളും, വാർത്താ അവതരണത്തെ ഒരു റിയാലിറ്റി ഷോയോ എന്റർടൈൻമെന്റ് ഷോയോ ഒക്കെ ആക്കി മാറ്റി ഇവർ. രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യം വെച്ച് ഇവർ നടത്തിയിട്ടുള്ള നാടകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു അൻവറിനെ മുന്നിൽ നിർത്തിയുള്ള ആ നാടകം. ഇവർ മാധ്യമ മേഖലയിൽ ഇറക്കിയ പരിധിയില്ലാത്ത കള്ളപ്പണമാണ് മലയാള മാധ്യമ മേഖലയുടെ വിശ്വാസ്യത കളഞ്ഞുകുളിച്ചത്. ജനപക്ഷം എന്ന പേരിൽ സെൻസേഷണൽ വാർത്തകളിലൂടെ ജനഹൃദയങ്ങളിൽ നുഴഞ്ഞു കയറി തെരഞ്ഞെടുപ്പ് കാലമാകാറാകുമ്പോൾ ഇടതുപക്ഷമാകുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ ഒരു മുട്ട ഇന്നലെ ഇരുന്ന് വെളുപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ മനുഷ്യനായി പിറന്ന ആർക്കും ഇവൻ കാശ് വാങ്ങി കൂലിപ്പണിയെടുക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഹവാല പണം കൊണ്ടുവന്നിരുന്നത് വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തിയ താറാവ് യോഹനാന്റെ ആ പൈശാചിക സഭ വഴിയായിരുന്നു. താറാവിനെ വണ്ടിയിടിച്ച് കൊന്നതോടുകൂടി ആ ചാനലിൽ കൂടി പണം കടത്തിയിരുന്നവർ ഇന്ന് ഗോപാലന്റെ പ്രസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു എന്ന് ED സംശയിക്കുന്നു. അത്തരത്തിൽ ഒരു 1000-ൽ പരം കോടി രൂപ ഗോകുലത്തിന്റെ കമ്പനി വഴി വന്നതായി ED സംശയിക്കുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം കള്ളപ്പണം മാനേജ് ചെയ്യുന്നത് ഗോകുലം ഗോപാലനാണ് എന്ന വിവരം EDക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ എമ്പുരാൻ ചിത്രത്തിന്റെ നിർമ്മാണം നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ നടക്കുന്ന ED റെയ്ഡ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അതും ഒരു കാരണമായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ എമ്പുരാൻ 200 കോടി കഴിഞ്ഞു എന്ന് തള്ളിമറിച്ചപ്പോൾ ഓർത്തില്ല പിറകെ ED വരുമെന്ന്. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കോൺഗ്രസിനെയും മറ്റ് രാഷ്ട്രീയ മുന്നണികളെയും ഫണ്ട് ചെയ്യുവാൻ സാധ്യതയുള്ള സകല കക്ഷികൾക്കുമുള്ള ഒരു വാണിംഗ് ആണ് ഇപ്പോൾ ഈ ഗോകുലത്തിൽ നടക്കുന്ന ED റെയ്ഡ്. ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED പരിശോധന തുടരുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലായാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ കോടമ്പാക്കത്തെ ചിട്ടി സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നുണ്ട്. ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിൽ തുടരുന്ന പരിശോധന ഫെമ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ചട്ട ലംഘനങ്ങളിലെന്ന് ED വ്യക്തമാകുന്നു. 1000 കോടിയുടെ വിദേശ വിനിമയ ചട്ടലംഘനമെന്നാണ് പ്രാഥമിക വിവരം. ആദ്യം വടകരയിലെ വീട്ടിൽ വെച്ച് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനായിരുന്നു നീക്കമെങ്കിലും ഗോകുലം ഗോപാലൻ കോഴിക്കോട്ട് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. വെള്ളിയാഴ്ച, അതായത് ഇന്ന് രാവിലെ 11:30യോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഗോകുലം ചിറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസുകളിലും PMLA അന്വേഷണം നടക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്നുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ നിയമപരിധിക്കുള്ളിൽ ഉള്ളത്. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ നിക്ഷേപം നടത്തിയ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാവും. കടലാസ് കമ്പനികൾ ഉണ്ടോ എന്നും പരിശോധിക്കും. കോഴിക്കോട് ഗോകുലം സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടക്കുന്നുണ്ട്. അരിയടത്ത് പാലത്തിലുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമായാണ് പരിശോധന നടക്കുന്നത്. 11:30യോടെയാണ് കൊച്ചി ED ഓഫീസിൽ നിന്നുള്ള സംഘം കോർപ്പറേറ്റ് ഓഫീസിലെത്തിയത്. ടാക്സി വാഹനങ്ങളിൽ ഗോകുലം ഹോട്ടലിലെത്തിയ ED ഉദ്യോഗസ്ഥർ പിന്നീട് ഗോകുലം മാളിലേക്കും പരിശോധനയ്ക്ക് പോവുകയായിരുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കെ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ED എത്തിയത് സംഘപരിവാർ സംഘടനകളുടെ പ്രതികാരമാണ് എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. എമ്പുരാൻ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ എത്തിയപ്പോൾ അവസാന നിമിഷമാണ് ഗോകുലം ഗോപാലൻ രക്ഷകനായി എത്തിയത്. പിന്നീട് എമ്പുരാൻ വിവാദമായതോടെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്ന് ഗോകുലം ഗോപാലൻ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഇത് ആദ്യമായല്ല ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടക്കുന്നത്. 2023 ഏപ്രിലിൽ ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്തിരുന്നു.
മറ്റു ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പും നേരത്തെ ഗോപാലിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെയെങ്കിലും തുടർച്ചയാണോ ഇപ്പോഴത്തെ റെയ്ഡെന്ന് ഉറപ്പില്ല. ഗോകുലം ഗോപാലന്റെ കഴുത്തിന് പിടിക്കുമ്പോൾ അന്തംകമ്പി സ്തുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠന്റെയും അമേരിയസ്കന്റെയും മൂക്കുകയറിനും വലിയ വരും എന്നത് തീർച്ചയാണ്. ഒറ്റ റെയ്ഡിന് രണ്ടിര. ഗോകുലത്തിനെതിരെ നടക്കുന്ന ഇ ഡി റെയ്ഡിൽ തിന്ന കാശിന് നന്ദി കാണിച്ച് വലതുപക്ഷ നേതാക്കൾ നടത്തിയ ആ അഭിപ്രായ പ്രകടനം കാണുക. ഗോപാലനായതുകൊണ്ട് മാത്രമാണ് ഇവർ അഭിപ്രായ പ്രകടനവുമായി ഇപ്പോൾ എത്തിയത്. ഗോകുലം ആശ്രിതവത്സനാണെന്ന് ഇവർക്ക് നന്നായി അറിയാം. ഇപ്പൊ ആ സിനിമ കൊണ്ടുവന്നാണെന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഗോപാലിന് വീട്ടിൽ ഇ ഡി കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും അറിയാവുന്ന എമ്പുരാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ മകൾ? എമ്പുരാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ? ഇനിയും റെയ്ഡുകൾ ഉണ്ടാകും കുറേ സ്ഥലത്ത്. ആ റെയ്ഡിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അവരുടെ ജോലി. ഈ രാജ്യത്ത് ഞാൻ പറയുന്നതല്ല, ഒരു സിനിമ വന്നാൽ, ഒരു ലേഖനം എഴുതിയാൽ, ഒരു യൂട്യൂബ് ചാനൽ വന്നാൽ അവർക്കൊന്നും സർക്കാരിനെതിരെ ഒരു അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത ഒരു ഏറ്റവും വലിയ അവസ്ഥയാണ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭീകരമായ അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് ലോക്സഭ പാസ്സാക്കി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണല്ലോ. നിങ്ങൾക്കൊക്കെ വിവരം എവിടുന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് മുൻപ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നാണ്. ഗവൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആ ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് വന്നതോടുകൂടി അത് കംപ്ലീറ്റ് ഡയലൂട്ട് ചെയ്തിരിക്കുകയാണ്. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് കൊല്ലുന്ന രീതിയിലേക്ക്, അതിനെ കൊല്ലുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് പിന്നെ ഇവരുടെ നിലപാട്. ഇവർക്ക് അവിടെയും ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഫാസിസ്റ്റുകളുടെ ലക്ഷണം ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഏതാണെന്ന് പോളിറ്റ് ബ്യൂറോ എന്ന് പറയണം. പാർട്ടി കോൺഗ്രസും ഇതൊന്നും അല്ല ഫാസിസ്റ്റ് ഇത് ഫാസിസ്റ്റ് ഒന്നും അല്ല എന്ന് പറയുന്ന ലക്ഷണം ഇതല്ലെങ്കിൽ വേറെ എന്താണ് ലക്ഷണം വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു. ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ പ്രധാനമായും ചെയ്യുന്ന ഒരു പ്രക്രിയ. കാരണം എമ്പുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ നിർമ്മാതാവായി എന്നതിന്റെ പേരിൽ ആ സിനിമ പ്രദർശനം ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന പകപോക്കൽ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ഫാസിസ്റ്റ് പ്രവണതകൾ എന്ന് സൂചിപ്പിക്കുന്നത്, ഫാസിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. വിയോജിച്ചാൽ പാർലമെന്റിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തെ വിയോജിച്ചാൽ നിങ്ങളെ ഞങ്ങൾ തെരുവിൽ ആക്രമിക്കും, കൈകാര്യം ചെയ്യും. BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളോ ചിത്രീകരണങ്ങളോ കലാപരമായ ആവിഷ്കാരങ്ങളോ നടത്തിയാൽ നിങ്ങളെ പകപോക്കൽ ഭരണകൂടത്തിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പകപോക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഗോകുലം ഗോപാലന്റെ വസതിയിലേക്ക് അല്ലെങ്കിൽ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ്. ഇതാണ് ഞങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ. ഇനിയും ഫാസിസ്റ്റ് പ്രവണതകൾ ആരംഭിച്ചിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ എന്ന CPMന്റെ നയം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ അവസരത്തിലെങ്കിലും ദയവ് ചെയ്ത് പുനഃപരിശോധിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിയോജിപ്പിന്റെ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഫാസിസമെങ്കിൽ ആ ഫാസിസ്റ്റ് പ്രവണതകൾ തന്നെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്റിൽ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ച് ഗവൺമെന്റിന്റെ നയത്തെയും ഗവൺമെന്റിന്റെ നിയമത്തെയും എതിർത്താൽ തെരുവിൽ കൈകാര്യം ചെയ്യും എന്നുള്ള നിലപാട് ഈ ഫാസിസ്റ്റ് പ്രവണതയുടെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഫലനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.